അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹാബിഹി അജ്മഈൻ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അവകുല്ലമാ ആഹദു അഹ്ദൻ നബദഹു ഫരീഖും മിൻഹും ബൽ അക്സറുഹും ലാ യുഅ്മിനൂൻ. സ്വദഖല്ലാഹുൽ അലിയ്യുൽ അളീം. യഹൂദരുടെ അവരിൽ പ്രകടമായ വളരെ പ്രധാനപ്പെട്ട ഒരു രോഗത്തെക്കുറിച്ച്, ഒന്ന് രണ്ട് രോഗങ്ങളെക്കുറിച്ച് കഴിഞ്ഞ ദിവസം നമ്മൾ സംസാരിച്ചു. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് ദുനിയാവിനോടുള്ള അവരുടെ ആർത്തി, ഈ ജീവിതത്തോട്, ഇഹലോക ജീവിതത്തോടുള്ള ആർത്തി. അള്ളാഹു പറഞ്ഞത് വലതജിദന്നഹും, താങ്കൾക്ക് നിശ്ചയമായിട്ടും തീർച്ച താങ്കൾക്ക് കാണാൻ കഴിയും എന്നാണ്. അഹ്റസ്വന്നാസി അല ഹയാത്തിൻ, അവരെ കാണാൻ കഴിയും ഏറ്റവും ആർത്തിയുള്ളവരായിട്ട് ജീവിതത്തോട്. എത്രത്തോളം വമിനല്ലദീന അശ്റക്കു, അള്ളാഹുവിൽ പങ്കുചേർക്കുന്ന ബഹുദൈവാരാധകരെക്കാൾ ജീവിതത്തോട് ആർത്തിയുള്ള ആളുകളായിട്ട് താങ്കൾക്ക് നിശ്ചയമായിട്ടും അവരെ കാണാൻ കഴിയും. അതിലോരോരുത്തരും ആഗ്രഹിക്കുന്നത് 1000 വർഷം തനിക്ക് ജീവിക്കാൻ കഴിഞ്ഞെങ്കിൽ എന്നാണ്. യവദ്ദു അഹദുഹും ലൗ യുഅമ്മറു അൽഫസന, അള്ളാഹു അവരെക്കുറിച്ച് പറഞ്ഞതാണ്. അതുപോലെ ജിബ്രീലിനെക്കുറിച്ച്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വഹി നൽകുന്ന ജിബ്രീൽ അലൈഹിസ്സലാമിനെ കുറിച്ച് അവരുണ്ടാക്കിയെടുത്ത ശത്രുത, അവർ പറഞ്ഞുണ്ടാക്കിയെടുത്ത ശത്രുതയെക്കുറിച്ചും നമ്മൾ പറഞ്ഞു. അതിനുശേഷം അള്ളാഹു പറയുകയാണ്, താങ്കൾക്ക് നിശ്ചയമായിട്ടും നാം ആണ് വ്യക്തമായ ആയത്തുകൾ നൽകിയത്. വലഖദ് അൻസൽനാ ഇലൈക ആയാത്തിൻ ബയ്യിനാത്ത്, അതിനെ തള്ളുന്നത് ഫാസിഖീങ്ങൾ മാത്രമാണ്. മുമ്പ് പറഞ്ഞിരുന്നു, അള്ളാഹു ലലാലത്തിലാക്കുന്നത്, അവൻ്റെ ഉപമ മുഖാന്തരം ലലാലത്തിലാക്കുന്നത് ഫാസിഖീങ്ങളാണ്, അവൻ്റെ കരാറ് ലംഘിച്ച ഫാസിഖീങ്ങളാണ്. അതിനുശേഷമാണ് അള്ളാഹു ബനു ഇസ്രായേലിലേക്ക് തിരിഞ്ഞുകൊണ്ട് അവരെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു തുടങ്ങിയത്. ഇവിടെയും പറയുന്നത് ഫാസിഖീങ്ങൾ മാത്രമാണ് കുഫർ ചെയ്യുന്നത്. എന്നിട്ട് പറയുന്നു, എപ്പോൾ എന്ത് കരാർ അവരോട് ചെയ്യുമ്പോഴും അവകുല്ലമ ആഹദു അഹ്ദൻ നബദഹു ഫരീഖും മിൻഹും, അവരിലുള്ള ഒരു ഫരീഖ്, ഒരു ഗ്രൂപ്പ്, അവരെ നയിക്കുന്ന അവരുടെ നേതാക്കളും റബ്ബായിമാരുമൊക്കെ ആയിട്ടുള്ള അവരുടെ ഗ്രൂപ്പ് അതിനെ പിറകിലേക്ക് വലിച്ചെറിയുകയാണ്. ഏത് കരാറ് ചെയ്യുമ്പോഴും അവരോട്, ഏത് നബി വന്ന് കരാറ് ചെയ്താലൊക്കെ അതാണ് സംഭവം. അള്ളാഹു പറയുന്നു ബൽ അക്സറുഹും ലാ യുഅ്മിനൂൻ, അധിക ആളുകളും അവരിൽ ഈമാനുള്ളവരല്ല. ഇത് പറഞ്ഞതിന് ശേഷം അള്ളാഹു പറയുന്നത്, ഒരു റസൂല് വന്നപ്പോൾ എന്താണ് സംഭവിച്ചത് എന്നാണ്. അത് മുഹമ്മദ് നബിയാണോ ഈസാ അലൈഹിസ്സലാമാണോ എന്നൊക്കെ വ്യത്യസ്തമായ അഭിപ്രായങ്ങളുണ്ട്. പറഞ്ഞു വരുന്ന സംഭവമായിട്ട് ബന്ധപ്പെടുത്തി നോക്കുമ്പോൾ ഈസാ അലൈഹിസ്സലാം ആകാനാണ് കൂടുതൽ സാധ്യത. അങ്ങനെയാണെങ്കിൽ അള്ളാഹു പറയുന്നു, വലമ്മ ജാഅഹും റസൂലുൻ, ഒരു റസൂല് വന്നപ്പോൾ അവരിൽ, മിൻ ഇൻദില്ല, അള്ളാഹുവിൽ നിന്ന് വന്നു, മുസദ്ദിഖുൻ ലിമാ മഅഹും, അവരുടെ പക്കലുള്ളതിന് അക്കോർഡിംഗ്ലി വന്നപ്പോൾ, അവരുടെ പക്കലുള്ള തോറക്കും മറ്റ് അവരുടെ റേറ്റിംഗ്സിനും അവരുടെ പ്രവചനങ്ങൾക്കും ഒക്കെ അക്കോർഡിംഗ്ലിയാണ് അൽ മസീഹ് വന്നത്, മെസ്സിഹ വന്നത്. അങ്ങനെയാണ്. അങ്ങനെ വന്നപ്പോൾ എന്താണ് സംഭവിച്ചത്? നബദ ഫരീഖും മിനല്ലദീന ഊത്തുൽ കിതാബല്ലാഹ്, കിതാബ് നൽകപ്പെട്ട ആളുകൾ അവരുടെ കിതാബിനെ പിറകിലേക്ക്, വറാ ലുഹൂരിയും, അവരുടെ പിറകിലേക്ക് വലിച്ചെറിഞ്ഞു. നബദ ഫരീഖും മിനല്ലദീന ഊത്തുൽ കിതാബല്ലാഹി വറാ ലുഹൂരിഹിം, കിതാബ് നൽകപ്പെട്ടവർ അവരുടെ കിതാബിനെ അവരുടെ പിറകിലേക്ക് വലിച്ചെറിഞ്ഞു, അതായത് തൗറാത്തിനെ. ഈസാ അലൈഹിസ്സലാമാണ് ഇവിടെ ഉദ്ദേശിക്കപ്പെടുന്നതെങ്കിൽ ഈസാ അലൈഹിസ്സലാം വന്നപ്പോൾ അവരവരുടെ കിതാബിനെ തന്നെ പിറകിലേക്ക് വലിച്ചെറിഞ്ഞു. അന്നഹും ലാ യഅലമൂൻ, അവർക്കത് അറിഞ്ഞുകൂടാത്ത മാതിരി. എന്നിട്ട് അവർ പിൻപറ്റിയതിനെക്കുറിച്ചാണ് പറയുന്നത്, വത്തബഉ മാ തത്ലു ശയാത്തീനു അലാ മുൽക്കി സുലൈമാന. ഈസാ അലൈഹിസ്സലാം അങ്ങനെ വന്നപ്പോൾ അവർ തൗറാത്തിനെയൊക്കെ കൈയൊഴിഞ്ഞുകൊണ്ട് അവർ പിൻപറ്റിയത് എന്തിനെയാണ്? അവർ പിൻപറ്റിയത് ശൈത്താന്മാർ പാരായണം ചെയ്യുന്ന സംഗതികളാണ്. ശൈത്താന്മാർ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ചില സംഗതികളെയാണ് അവർ പിൻപറ്റിയത്. ശൈത്താന്മാർ എന്നുദ്ദേശിക്കുന്നത് മനുഷ്യരിലും ജിന്നിലും പെടുന്ന അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്ന് വഴിതെറ്റിക്കുന്ന ആളുകളെയൊക്കെയാണ്. അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ മനുഷ്യരെയും ജിന്നിനെയും ഒക്കെ അങ്ങനെ വിശേഷിപ്പിച്ചിട്ടുണ്ട്. വകദാലിക ജഅൽനാ ലികുല്ലി നബിയ്യിൻ അദുവൻ ശയാത്തീനൽ ഇൻസി വൽ ജിന്നി എന്ന് സൂറ അൽ അൻആമിൽ കാണാം. എല്ലാ നബിമാർക്കും ഷെയ്ത്താനിൽ നിന്നുള്ള ശത്രുവിനെ, ഷെയ്ത്താനുകളിൽ നിന്ന്, ഷയാത്തീനിൽ നിന്നുള്ള ശത്രുവിനെ, അതായത് അൽ ഇൻസി വൽ ജിന്നി,
മനുഷ്യരിലും ജിന്നിലും പെട്ട ഷെയ്ത്താന്മാരിൽ നിന്നുള്ള ശത്രുക്കളെ അള്ളാഹു ആക്കിയിട്ടുണ്ട് എന്ന് പറയുന്നു. അതുപോലെ അല്ലദീ യുവസ്വിസു ഫീ സുദൂരിന്നാസി മിനൽ ജിന്നത്തി വന്നാസ്, അള്ളാഹുവിൽ അഭയം തേടുന്ന ദുആയിൽ അവസാനത്തെ സൂറകളിൽ നമ്മൾ പറയുന്നത്, അവസാനത്തെ സൂറയിൽ നമ്മൾ പറയുന്നത് മിനൽ ജിന്നത്തി വന്നാസ് എന്നാണ്. അള്ളാഹുവോട് അഭയം തേടുന്നത് മനുഷ്യരിലും ജിന്നിലും പെട്ട മനുഷ്യ മനസ്സുകളിൽ വസ്വാസ് ഉണ്ടാക്കുന്ന ആളിൽ നിന്നാണ്. അപ്പോൾ ഇവിടെ ഷെയ്ത്താന്മാർ ഓതുന്നത് എന്ന് പറഞ്ഞത് മനുഷ്യരെ വഴിതെറ്റിക്കുന്ന മനുഷ്യർ തന്നെയാകാം, ജിന്നിൽപ്പെട്ട ആളുകളുമാകാം. അപ്പം അവരൊക്കെ എന്താണോ പ്രചരിപ്പിച്ചത്, പറഞ്ഞ് പഠിപ്പിച്ചത്, അതിനെയാണ് അവർ പിൻപറ്റിയത്. അലാ മുൽക്കി സുലൈമാൻ അലൈഹി സ്വലാമിൻ്റെ മുൽക്കിൻ്റെ അദ്ദേഹത്തിൻ്റെ ആധിപത്യത്തിൻ്റെ പേരിൽ അദ്ദേഹം വലിയ കീർത്തിയുള്ള ആളാണ്. ബനു ഇസ്രായേലരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട വ്യക്തിയാണ്. അദ്ദേഹത്തെക്കുറിച്ച് ഒരുപാട് കഥകളും മറ്റും അവരുടെ ഗ്രന്ഥങ്ങളിലുണ്ടെങ്കിലും കിങ് സോളമനെ സംബന്ധിച്ചിടത്തോളം വലിയ കീർത്തിയുള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന് അത്ഭുതകരമായ പല കഴിവുകളുമുള്ള ആളായിരുന്നു. അദ്ദേഹമാണ് ആദ്യത്തെ ടെമ്പിൾ ഉണ്ടാക്കുന്നത്, ഹൈക്കൽ സുലൈമാനി. ആ ടെമ്പിളിൻ്റെ ശില്പിയാണ് ഒന്നാമത്തെ മെയ്സൺ എന്നറിയപ്പെടുന്നത്. ഫ്രീ മെയ്സൺറിയിലൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. ആ ടെമ്പിളിൻ്റെ കൺസ്ട്രക്ഷൻ വളരെ അത്ഭുതകരമായ കൺസ്ട്രക്ഷനാണ്. അതിൻ്റെ കൺസ്ട്രക്ഷന് പങ്കുവഹിച്ച ശില്പിയും പിന്നെ അവരിൽ നിന്ന് കൈമാറ്റം ചെയ്യപ്പെട്ട വളരെ ഈസോട്ടറിക്കായിട്ടുള്ള അല്ലെങ്കിൽ വളരെ വളരെ നിഗൂഢമായിട്ടുള്ള ചില വിദ്യകളുമാണ് ഫ്രീമേസൺറിയുടെയൊക്കെ ഒരു അടിസ്ഥാനം. അപ്പോൾ സുലൈമാൻ നബി അങ്ങനെയും വളരെ പ്രധാനപ്പെട്ടതാണ്. അദ്ദേഹത്തിൻ്റെ ആധിപത്യത്തിൻ്റെ പേരിൽ കിങ് സോളമൻ്റെ ആധിപത്യത്തിൻ്റെ രഹസ്യങ്ങൾ ഇന്നതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഷെയ്ത്താന്മാർ എന്തൊക്കെയോ പറഞ്ഞു പരത്തിയ കുറേ സംഗതികളുണ്ടായിരുന്നു. അതിനെയൊക്കെയാണ് അവർ പിൻപറ്റിയത്. അള്ളാഹു പറയുന്നു, വമാ കഫറ സുലൈമാനു വലാകിന്ന ഷയാത്വീന കഫറു യുഅല്ലിമൂന നാസ സിഹറ. സുലൈമാൻ ഒരിക്കലും അള്ളാഹുവിന് കുഫർ ചെയ്തിട്ടില്ല, നന്ദികേടോ അള്ളാഹുവിനെ ധിക്കരിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. സുലൈമാൻ അലൈഹിസ്സലാം അള്ളാഹുവിൻ്റെ ഒരു ദാസനായിരുന്നു, പ്രവാചകനായിരുന്നു. പക്ഷേ ഷെയ്ത്താന്മാർ, സുലൈമാൻ നബിയുടെ പേരിൽ പറഞ്ഞു പരത്തുന്ന ഈ ഷെയ്ത്താന്മാർ, അവർ യഥാർത്ഥത്തിൽ കുഫർ ചെയ്യുകയാണ്, അള്ളാഹുവിൽ അവിശ്വസിക്കുകയും ജനങ്ങളെ വഴിതെറ്റിക്കുകയും ഒക്കെയാണ് ചെയ്യുന്നത്. എങ്ങനെ? യുഅല്ലിമൂന നാസ സിഹറ, ജനങ്ങളെ സിഹർ പഠിപ്പിച്ചുകൊണ്ട്. അവർ ജനങ്ങളെ ചില സിഹർ ആഭിചാരമാണ് പഠിപ്പിക്കുന്നത്. സുലൈമാൻ നബിയുടെ പേരിലാണ് അത് കെട്ടിവെക്കുന്നത് എന്ന് മാത്രം. അങ്ങനെ ജനങ്ങൾ പഠിപ്പിക്കുന്നതിനെ, ഷെയ്ത്താന്മാർ പഠിപ്പിക്കുന്നതിനെയാണ് അവർ തൗറാത്തിനെ പിറകിലേക്ക് വലിച്ചെറിഞ്ഞുകൊണ്ട് പിൻപറ്റിയത് എന്ന് അള്ളാഹു പറയുന്നു. മാത്രവുമല്ല, വമാ ഉൻസില അലൽ മലക്കൈനി ബി ബാബില ഹാറൂത്ത വ മാറൂത്ത്. ഷെയ്ത്താന്മാർ ബാബിലോണിയയിൽ ഹാറൂത്ത് മാറൂത്ത് എന്നു പേരുള്ള 2 മലക്കുകൾക്ക് അവതരിപ്പിച്ചു എന്ന് പറയുന്നതിനെക്കുറിച്ച് ഷെയ്ത്താന്മാർ പറഞ്ഞു പരത്തുന്നതും ജനങ്ങൾ പിൻപറ്റി. ഇവിടെ വാ എന്നത് എന്തിൻ്റെ ബാക്കിയാണ് എന്നതിനെക്കുറിച്ച് ഒരുപാട് അഭിപ്രായങ്ങളുണ്ട്. അതിനനുസരിച്ചിട്ട് ഇതിൻ്റെ അർത്ഥം മാറുന്നതാണ്. വത്തബാവുമാത്തത്തുലു ഷയാത്തീനു എന്നതിനോട് ചേർത്തിയിട്ട് വത്തബാവുമാത്തത്തുലു ഷയാത്തൂൻ അലാ മുൽക്കി സുലൈമാൻ വമാ ഉൻസില അലൽ മലക്കൈനി ബിബാബില ഹാറൂത്ത മാറൂത്ത് എന്ന് ചേർത്ത് പറയാറുണ്ട്. അതല്ലാതെ വാ എന്നതിന് ശേഷം വത്തബഉ മാ തത്തുലു ഷയാത്തീനു അലാമ എന്നുള്ള രീതിയിലും പറയാം. അലാമ ഉൻസില അലൽ മലക്കൈനി. അങ്ങനെ വരുമ്പോൾ 2 മലക്കുകളുടെ മേൽ ഇറക്കപ്പെട്ടത് എന്ന് ഷെയ്ത്താന്മാർ പറഞ്ഞു വരത്തിയതാണ്. അപ്പോൾ അവർ 2 പേരും യഥാർത്ഥത്തിൽ മലക്കുകളാണ് എന്ന് ഉറപ്പില്ല. ഷെയ്ത്താന്മാർ അങ്ങനെ പറയുകയാണ്. അവർ മലക്കുകളെപ്പോലെ വളരെ നല്ല സ്വാലിഹ്യങ്ങളായ 2 വ്യക്തികളാണ് എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. മലക്കുകളെപ്പോലെയുള്ള 2 വ്യക്തികളാണ് ഉദ്ദേശിക്കപ്പെട്ടത്. അങ്ങനെ ബാബിലോണിയയിൽ ഹാറൂത്ത് മാറൂത്ത് എന്നു പേരുള്ള 2 മലക്കുകളിൽ അവതരിപ്പിക്കപ്പെട്ടു എന്ന് ഷെയ്ത്താന്മാർ പറയുന്നതിലും അങ്ങനെ അവർ പറഞ്ഞു പരത്തിയതിലും അതും ജനങ്ങൾ പിൻപറ്റി. അത് സിഹറല്ല എന്ന് വ്യക്തമാണ്. കാരണം ആദ്യം സിഹറിനെക്കുറിച്ച് പറഞ്ഞു, യുഅല്ലിമൂന നാസ സിഹറ, സിഹർ പഠിപ്പിച്ചുകൊണ്ടും ഇത് പഠിപ്പിച്ചുകൊണ്ടും. അപ്പോൾ ആദ്യം പറയുന്നത് വേറൊരു ഗണമാണ്, രണ്ടാമത്തെ പറയുന്ന വേറൊന്നാണ്. അങ്ങനെ 2ഉം വ്യത്യസ്ത ഗണമാകുമ്പോൾ മാത്രമേ അവിടെ അത്ഫിൻ്റെ വാവ് കൂട്ടിയോജിപ്പിക്കുന്ന എന്ന അർത്ഥമുള്ള വാവിന് പ്രസക്തിയുള്ളൂ. സിഹറും പഠിപ്പിച്ചു, ഇതും പഠിപ്പിച്ചു. അപ്പോൾ മലക്കുകൾക്ക് ഇറക്കിയെന്ന് പറയുന്നതിൽ, മലക്കുകളെന്ന് പറയപ്പെടുന്നവർ, ഇപ്പോൾ ബാബിലോണിയയിലെ ഇവർക്ക് ഇറക്കിയ
എന്തോ ഒന്നിൽ അതും അവർ പഠിപ്പിച്ചുകൊണ്ടാണ്, ഷെയ്ത്താന്മാർ പഠിപ്പിച്ചതിനെയാണ് ജനങ്ങൾ പിൻപറ്റിയത്. യഹൂദർ ബാബിലോണിയയിൽ ക്യാപ്റ്റിവിറ്റിയിൽ കഴിഞ്ഞതിനെക്കുറിച്ച് നമ്മൾ മുമ്പ് പറഞ്ഞതാണ്. അവർ ബാബിലോണിയയിൽ 40 വർഷം ക്യാപ്റ്റീവ്സായിട്ട് കഴിഞ്ഞുകൂടുകയും പിന്നെ തിരിച്ചു വന്നുകൊണ്ടാണ് സെക്കൻഡ് ടെമ്പിളിൻ്റെ കൺസ്ട്രക്ഷനൊക്കെ നടന്നത്. ഇക്കാര്യം നമ്മൾ മുമ്പ് സൂചിപ്പിച്ചതാണ്. ബാബിലോണിയെ സംബന്ധിച്ചിടത്തോളം നിയർ ഈസ്റ്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമാണ്. അവിടെ ഉണ്ടായിരുന്ന വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു ക്രിയേഷൻ മിത്തോളജി, അത് ബൈബിളുമായിട്ട് വളരെ സാമ്യത, ബൈബിളിലെ പല അക്കൗണ്ട്സുമായിട്ട് അതിന് സാമ്യതയുള്ളതായിട്ട് ആധുനിക ഗവേഷകന്മാർ കണ്ടെത്തിയിട്ടുണ്ട്. എനൂമ എലിഷ് എന്ന് പറയുന്ന അവരുടെ ക്രിയേഷൻ മിത്തോളജി 1000 ലൈനുള്ള ഒരു മിത്തോളജിയാണ്, മിത്തോളജിക്കൽ ടെക്സ്റ്റാണ്. ആ ടെക്സ്റ്റിൽ പറയുന്ന പല സംഗതികൾ ബൈബിളുമായിട്ട് അതിൻ്റെ പാരലൽസിനെ കുറിച്ച് ഒരുപാട് ഗവേഷണങ്ങൾ നടന്നതാണ്. എനൂമ എലിഷിൽ പറയുന്ന അവസാന ഭാഗത്ത് പറയുന്ന ഒരു കഥാപാത്രമാണ്, അല്ലെങ്കിൽ ഒരു ദൈവമാണ് മർദൂക്ക്. മർദൂക്ക് മാജിക്കിൻ്റെയൊക്കെ ദൈവമാണ്. മർദൂക്കിനെ കുറിച്ചുള്ള അക്കൗണ്ട്സ്, എനൂമ എലിഷിലുള്ള അക്കൗണ്ട്സൊക്കെ പഠിച്ചുകൊണ്ട് ആകാം, ഒന്ന് അതായിരിക്കാം ഇവിടെ സൂചിപ്പിക്കുന്നത്. ഹാറൂത്ത് മാറൂത്തിന് അത് മർദൂക്കുമായിട്ട് കണക്ഷൻ ഉണ്ടാകാം, മാജിക്കിൻ്റെ ഗോഡും കൂടെയാണ് മർദൂക്ക്. ഇനി അതല്ലാതെ, കാരണം അങ്ങനെ പറയാൻ കാരണം സുമേറിയൻ ഭാഷയിൽ അമ്രൂത്തു എന്നാണ് അതിനെ പറയുന്നത്. മർദൂക്ക് എന്ന് നമ്മൾ പറയുന്നതിന് സുമേറിയൻ ഭാഷയിൽ അമ്രൂത്തു എന്നാണ് പറയുന്നത്. അതല്ലാതെയും ബാബിലോണിയയിൽ മാജിക്കിൻ്റെ ഒരു സെൻറ്ററാണ്. അവിടെ ഒരുപാട് ഇത്തരത്തിലുള്ള മിത്തോളജികൾ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. ജൂതന്മാരവിടെ ഉണ്ടായിരുന്ന സമയത്ത് ഇത്തരത്തിലുള്ള ഒരുപാട് മിത്തോളജിക്കലായിട്ടുള്ള ടെക്സ്റ്റുകളും പഠനങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. സിഹറിൻ്റെയൊക്കെ ഒരു കേന്ദ്രമായിട്ടും പറയപ്പെടുന്ന ഒരു സ്ഥലമാണ് ബാബിലോണിയ. അപ്പം അവിടുന്ന് ഇവരിതൊക്കെ പഠിച്ചുകൊണ്ടാണ് തിരിച്ചു പോയത് കുറേ ആളുകൾ. അങ്ങനെ ഈസാ അലൈഹി സ്വലാം വന്നപ്പോൾ ഈസാ അലൈഹി സ്വലാമിൻ്റെ അധ്യാപനങ്ങളെക്കാളും തൗറാത്തിനേക്കാളൊക്കെ അവരുടെ നാട്ടിലപ്പോൾ പ്രചാരത്തിൽ വന്നിരുന്നത്, അവർ പഠിപ്പിച്ചുകൊണ്ടിരുന്നത് ഇത്തരം സംഗതികളൊക്കെയാണ്. ബാബിലോണിയയിലെ ഹാറൂത്ത് മാറൂത്തിന് ഇറക്കപ്പെട്ടത് എന്ന് പറഞ്ഞുകൊണ്ട്, മലക്കുകൾക്ക് ഇറക്കപ്പെട്ടതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ചില വിദ്യകൾ, സുലൈമാൻ അലൈഹി സ്വലാമിൻ്റെ രഹസ്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ചില വിദ്യകൾ, സുലൈമാൻ അലൈഹി സ്വലാമിൻ്റെ പേരിൽ ഷെയ്ത്താന്മാർ പഠിപ്പിച്ചത് സിഹറാണ് എന്ന് പറയുന്നു. സിഹർ എന്നത് ഉത്ലി കാലാമ ഉലിമ ലാഹിർഹു വ ഖഫിയ സബബുഹു, നമുക്കതിൻ്റെ കാരണമറിയാത്ത റീസൺ അറിയാത്ത പ്രത്യക്ഷമായത് മാത്രം കാണുന്ന ചില സംഗതിയെ കുറിക്കാനാണ് ആ പദം ഉപയോഗിക്കുന്നത്. ഉദാഹരണത്തിന് അറബികൾ പറയാറുണ്ട് എന്ന് ഇബ്നു അശൂർ റഹ്മത്തുള്ളാഹി പറയുന്നു, വ അർലുൻ മസ്ഹൂറത്തുൻ ലാ തൻബുത്തു, ഒന്നും ഉൽപ്പാദിപ്പിക്കാത്ത ഭൂമിയെക്കുറിച്ച് അർലുൻ മസ്ഹൂറത്തുൻ, സിഹിർ ബാധിച്ച ഭൂമി എന്ന് പറയാറുണ്ട് എന്ന്. അപ്പോൾ കാരണമറിയില്ല, എന്തുകൊണ്ടാണ് ആ ഭൂമിയിലൊന്നും ഉണ്ടാകാത്തത്. അപ്പോൾ അറബികൾ പറയുകയാണത് സിഹിർ ബാധിച്ചതാണ് ആ ഭൂമിക്ക്. ഇങ്ങനെ അർത്ഥത്തിൽ സിഹിറിനെ കുറിച്ച് പറയാറുണ്ട്. പൊതുവെ മായാജാലം, മാജിക് എന്നുള്ളൊക്കെ അർത്ഥത്തിൽ ഖുർആനിൽ ഒരുപാട് ഈ വാക്ക് വന്നത് കാണാൻ കഴിയും. ഏത് പ്രവാചകൻ വന്നിട്ട് എന്ത് ദൃഷ്ടാന്തവും തെളിവുകളും അടയാളങ്ങളും ഒക്കെ നൽകുമ്പോഴും ജനങ്ങൾ ഇത് സിഹിറാണ് എന്ന് പറഞ്ഞതിനെക്കുറിച്ച് ഖുർആൻ പറയുന്നു. ഉദാഹരണത്തിന് ഈസാ അലൈഹി സ്വലാം വന്നിട്ട് യാ ബനി ഇസ്രായേൽ എന്ന് പറഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്, ഇന്നി റസൂലുള്ളാഹി ഇലൈക്കും, ഞാൻ നിങ്ങളിലേക്കുള്ള ഒരു റസൂലാണ്, മുസദ്ദിഖൻ ലിമാ ബൈന യദയ്യ മിന തൗറാത്തി, നിങ്ങളുടെ പക്കലുള്ള തൗറാത്തിന് അക്കോർഡിംഗ്ലി വന്നതാണ്. വ മുബശ്ശിറൻ ബി റസൂലിൻ യഅ്തി മിൻ ബഅദി ഇസ്മുഹു അഹ്മദ്, എനിക്ക് ശേഷം വരാനുള്ള അഹ്മദ് എന്ന നബിയെക്കുറിച്ച് സന്തോഷ വാർത്ത നൽകുന്ന ആളായിട്ടുമാണ് ഞാൻ വന്നത്. ഫലമ്മ ജാഅഹും ബിൽ ബയ്യിനാത്ത്, വ്യക്തമായ ആയത്തുകളുമായിട്ട് അദ്ദേഹം വന്നപ്പോൾ, അവരുടെ അടുക്കൽ ചെന്നപ്പോൾ, ഖാലു, അവർ പറഞ്ഞു, ഹാദാ സിഹറുൻ മുബീൻ, ഇത് വളരെ പ്ലെയിനായ സിഹറാണ്, ഇത് വെറും മായാജാലമാണ്. നീ കാണിക്കുന്ന അന്ധരെ സുഖപ്പെടുത്തുന്നതും കുഷ്ഠരോഗം മാറ്റുന്നതും നീ മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്നതും നീ കാണിച്ച അടയാളങ്ങളൊക്കെ വെറും സിഹറാണ്, മായാജാലമാണ്. ഇതുപോലെ മൂസാ അലൈഹി സ്വലാമിനെ കുറിച്ചും പറയുന്നുണ്ട്. ഫിറൗൻ ചോദിക്കുന്നത് ഖാല അജിഅ്തന ലി തുഖ്രിജന മിൻ അർളിന ബിസിഹ്രിക എന്നാണ്. ബിസിഹ്രിക യാ മൂസ, നീ നിൻ്റെ മായാജാലവുമായിട്ട് സിഹറുമായിട്ട് ഞങ്ങളെ ഞങ്ങളുടെ ഭൂമിയിൽ നിന്ന് പുറത്താക്കാൻ വന്നതാണോ എന്ന് ഫിറൗൻ മൂസാ അലൈഹി സ്വലാമിനോട് ചോദിക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ഫലനഅ്തിയന്നക ബിസിഹ്രിൻ മിഥ്ലി, ഞങ്ങളും ഇതുപോലത്തെ സിഹർ, ഇതുപോലത്തെ മായാജാലം കൊണ്ടുവരും എന്ന് പറഞ്ഞിട്ടാണ് സാഹിര്യങ്ങളൊക്കെ ഒരു കൂട്ടുന്നതും അവരെയൊക്കെ സംഘടിപ്പിച്ചുകൊണ്ട് ഫിറൗൻ മൂസയുടെ മായാജാലം പൊളിക്കാൻ വേണ്ടിയിട്ടാണ് പരിശ്രമിക്കുന്നത്. സൂറ അൽ-അറാഫിൽ കാണാം, ഖാല അൽഖൂ, അദ്ദേഹം പറഞ്ഞു സിഹർ ചെയ്യുന്ന ആളുകളോട്, കുറേ മായാജാലക്കാരെ, കുറേ മജീഷ്യൻസിനെ ഫിറൗൻ സംഘടിപ്പിച്ചു. എന്നിട്ട് മൂസയെയും വിളിച്ചു ഒരു മൈതാനത്ത് സംഘടിപ്പിച്ചു, ജനങ്ങളെയൊക്കെ ഗാലറിയിൽ നിർത്തി ഒരു വലിയ ഒരു സംഘട്ടനം നടക്കുന്ന ഒരു
രംഗത്ത് മൂസ അലൈഹി സ്വലാം പറയുന്നുണ്ട്, നിങ്ങളിട്ടോളൂ, നിങ്ങളുടെ വടിയൊക്കെ നിങ്ങളിട്ട് പാമ്പാക്കൂ. ഫലമ്മ അൽക്കൗ സഹറു അയ്യുനന്നാസ്, അവരങ്ങനെ അവരുടെ വടിയൊക്കെ നിലത്തിട്ടപ്പോൾ സഹറു, അവർ സിഹിർ ചെയ്തു, അയ്യുനന്നാസ്, ജനങ്ങളുടെ കണ്ണിനെ അവർ സിഹിർ ചെയ്തു. അവർക്ക് ആ ഒരു മാജിക്ക് അവരുടെ ജനങ്ങളുടെ കണ്ണിന് ഏൽപ്പിക്കാൻ കഴിഞ്ഞു. അങ്ങനെ ജനങ്ങൾക്ക് പേടി വന്നു. വസ്തർ ഹബൂഹും, ആ ഒരു സിഹിർ ജനങ്ങൾക്ക് ഫലിച്ചു. അവരുടെ മാജിക്ക്, കൺകെട്ട് വിദ്യ അത് ഫലിച്ചു ജനങ്ങൾക്ക്. വജാഉ ബി സിഹിരിൻ അലീം, വലിയ ഒരു സിഹറാണ് അവർ ചെയ്തത് എന്ന് ഖുർആൻ പറയുന്നു. അവർ അമ്പിച്ച സിഹർ ചെയ്തുകൊണ്ട് ജനങ്ങളുടെ കണ്ണിനൊക്കെ തോന്നിപ്പോയി അവർ നിലത്തിട്ട വടി പാമ്പാണ് എന്ന്. വൗഹൈനായില മൂസ നൽകി അസാഖ്, മൂസാക്ക് അല്ലാഹു വഹി നൽകി, നീ നിൻ്റെ വടിയിട്ടോ. ഫൈദാഹിയ തൽഖഫു മായ ഫിക്കൂൻ, അവരുണ്ടാക്കിയ ബാത്തിലിനേക്ക് അത് വിഴുങ്ങിക്കോളും. അവരുണ്ടാക്കിയത് റിയലല്ല, അവർ വടി തന്നെയാണ് ഇട്ടത്, പക്ഷെ ജനങ്ങൾക്കങ്ങനെ തോന്നുകയാണ് റിയലായിട്ട്. അങ്ങനെ മൂസ അലൈഹി സ്വലാം വടിയിട്ടപ്പോൾ ഫവഖൽ ഹക്കു ബത്തലമാക്കാനു യാമലൂൻ, അവർ ചെയ്ത ബാത്തിലൊക്കെ ഇല്ലാതായിപ്പോയി. അവർക്കത് ബോധ്യപ്പെടുകയും അവർ സുജൂദിൽ വീഴുകയും ചെയ്തു എന്നാണ് ഖുർആൻ പറയുന്നത്. വൗൽഖിയ സഹറത്തു സാജിദീൻ, സുജൂദിലായിക്കൊണ്ട് സിഹർ ചെയ്യുന്ന ആളുകളൊക്കെ വീണു. അവർക്ക് ബോധ്യപ്പെട്ടു മൂസയുടേത് സിഹറല്ല, അവരുടെ സിഹറിനെക്കുറിച്ച് അവർക്ക് നന്നായിട്ടറിയാം. അപ്പം മായാജാലം, ആളുകളുടെ കണ്ണിൽ നിന്ന് ഒരു സംഗതി, ഒരു റിയാലിറ്റി റിമൂവ് ചെയ്തുകൊണ്ട് റിയലായിട്ട് ആളുകൾക്ക് ഒരു സംഗതി തോന്നുക, ഇതൊക്കെയാണ് സിഹറായിട്ട് ഇവിടെയൊക്കെ ഖുർആൻ പറഞ്ഞത്. അതുപോലെ സൂറ അൽ അന്നാമിൽ കാണാം, വല നസ്സൽന അലൈക കിതാബം ഫി ഖിർതാസിൻ, ഒരു പാപ്പിറസിൽ എഴുതിയ ഒരു സാധനമായിട്ട് നാം നിനക്ക് ഇറക്കുകയും ഫലമസൂഹു ബി ഐദീഹിം, അവരതിനെ കൈകൊണ്ട് തൊടുകയും ചെയ്യുന്നൊരവസ്ഥ ഉണ്ടെങ്കിൽ, ഖുർആൻ ഒരു പാപ്പിറസിൽ എഴുതിയിട്ട് ഇറക്കുക അല്ലാഹു, എന്നിട്ട് ജനങ്ങൾക്കൊക്കെ തൊട്ടു നോക്കാൻ പറ്റുന്ന ഒരു അത്ഭുതമാകുക, ആകാശത്തു നിന്ന് ഇറങ്ങുന്ന. അങ്ങനെ സംഭവിച്ചാലും ലഖാലല്ലദീന കഫറു ഇന്ന ഹാദാ ഇല്ലാ സിഹറും മുബീൻ, നിഷേധികൾ പറയുക ഇതൊരു മാജിക്കാണ് എന്ന് മാത്രമാണ്. കാരണം ഈമാനില്ലെങ്കിൽ എന്ത് കാണിച്ചു കഴിഞ്ഞാലും അവർക്കത് മായാജാലമാണ്. അപ്പോൾ അള്ളാഹു പറയുന്നത് ഇവിടെയൊക്കെ ആളുകൾക്ക് ഇല്ലാത്തത് തോന്നിപ്പിക്കുന്നതിനെക്കുറിച്ചാണ് സിഹർ എന്ന്. ജനങ്ങളെ ശൈത്താന്മാർ പഠിപ്പിച്ചു എന്ന് പറയുന്നതും ജനങ്ങളെ സ്വാധീനിക്കാൻ കഴിയുന്ന വിധത്തിൽ പല ജിന്ന് സേവയും പിശാച് സേവയുമാണ്. മനുഷ്യർക്ക് ഉപദ്രവം ഉണ്ടാക്കാൻ കഴിയുന്ന ജിന്നുകളെ സേവിച്ചുകൊണ്ട്, ജിന്നുകൾക്ക് കൊട്ടേഷൻ കൊടുത്തുകൊണ്ട്. അതിന് ജിന്നുകൾക്ക് കൊട്ടേഷനായിട്ട് എന്താണ് അവർക്ക് ഉപകാരമായിട്ട് സിഹിർ ചെയ്യുന്ന ആളുകൾ കൊടുക്കേണ്ടത് എന്നൊക്കെ സിഹിർ ചെയ്യുന്ന ആളുകൾക്കാണ് അറിയാവുന്നത്. ജിന്നുകളെ പ്രീതിപ്പെടുത്തുന്ന രീതിയിൽ ഉള്ള കുറേ തിന്മകളായിരിക്കും ചെയ്യേണ്ടി വരിക. ഈ സിഹർ ഫലിക്കുന്നത് ഒന്ന് സിഹർ ചെയ്യുന്ന അവരുടെ ശക്തിയാണ്, അഥവാ അവരുടെ ആ വിഷയത്തിലുള്ള എക്സ്പെർട്ടൈസാണ്, അവരുടെ അറിവാണ്. രണ്ടാമത്തത് സിഹർ ആർക്കെതിരെയാണോ ചെയ്യുന്നത്, സിഹർ ബാധിക്കുന്നവൻ്റെ ദൗർബല്യമാണ്. എത്ര ശക്തനായ ഈമാനുള്ള ആളാണെങ്കിലും പിശാചിൻ്റെ ഒരു കുത്ത് ചിലപ്പം ഒരു പിശാചിൻ്റെ ജിന്നിൻ്റെ ഒരു കുത്ത് ഏൽക്കാം. അങ്ങനെ കുത്തേറ്റ് കഴിഞ്ഞാൽ ഫസ്തഈദ് ബില്ലാ എന്ന് ഖുർആൻ പറയുന്നുണ്ട്, അള്ളാഹുവിൽ അഭയം തേടണം. അങ്ങനെ സംഭവിക്കാം. അങ്ങനെ സംഭവിച്ചതായിട്ട് ഒരാൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ മാനസികമായിട്ട് സ്വാധീനിക്കാൻ ജിന്നുകൾക്ക് കഴിയും. അങ്ങനെ ജിന്നിനെ സേവിച്ചുകൊണ്ട് ഒരാൾ മറ്റൊരാൾക്കെതിരിൽ സിഹർ ചെയ്ത് കഴിഞ്ഞാൽ അത്തരത്തിലുള്ള എന്തെങ്കിലും മാനസികമായ അനുഭവങ്ങൾ ഒരാൾക്കുണ്ടാകുമ്പോൾ അയാൾ അള്ളാഹുവിൽ അഭയം തേടണം, ഖുർആൻ ഓതണം. അയാൾ ഖുർആൻ ഊതി അങ്ങനെയൊക്കെ ചികിത്സിക്കാം. ആർക്കെങ്കിലും അങ്ങനെ സിഹർ ബാധിച്ചതായിട്ട് നമുക്ക് തോന്നുകയാണെങ്കിൽ നമുക്കും ഖുർആൻ ഓതിയിട്ട് അവരുടെ മേൽ ഊതുകയൊക്കെ ചെയ്യാം എന്നാണ് പ്രവാചകൻ കാണിച്ചു തന്നത്. അപ്പം ഇങ്ങനെ ജനങ്ങൾക്ക് സിഹർ പഠിപ്പിച്ചുകൊണ്ട്, ഈ സിഹറിൽ പലപ്പോഴും അള്ളാഹുവിനെ നിഷേധിക്കണം, ജിന്നുകളോട് സഹായം തേടണം, അള്ളാഹുവിൻ്റെ കഴിവിനെയൊക്കെ നിഷേധിക്കണം, ജിന്നുകൾ ആവശ്യപ്പെടുന്ന വലിയ തിന്മകളൊക്കെ ചിലപ്പോൾ ചെയ്യണം. അപ്പം അങ്ങനെ വമ്പൻ തിന്മകളൊക്കെ ചെയ്തുകൊണ്ടാണ് സിഹർ ചെയ്യുക. അതുകൊണ്ട് തന്നെ സിഹറിൽ ചെയ്യുന്ന പ്രവർത്തികളുടെ തിന്മക്കനുസരിച്ച് സിഹർ പല ലെവലിലുള്ള സംഗതിയാണ്. ചെറിയ സിഹർ മുതൽ വമ്പൻ സിഹർ വരെയുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ സിഹർ പഠിപ്പിച്ചുകൊണ്ട് ജനങ്ങൾക്ക് ഇതൊക്കെ സുലൈമാൻ അലൈഹിസ്സലാമിൻ്റെ രഹസ്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവർ ജനങ്ങളെ പഠിപ്പിച്ചു. അതിനെയാണ് ജനങ്ങൾ പിൻപറ്റിയത്. ഷെയ്ത്താന്മാർ എന്താണോ ഓതിക്കൊടുത്തത് അതിനെയാണ് ജനങ്ങൾ പിൻപറ്റിയത്. അതുപോലെ മാറൂത്തിന് ഇറക്കപ്പെട്ടതാണ് എന്ന പേരിൽ പറഞ്ഞതും അതെന്തോ ഒരു വിദ്യയാണ്, സിഹറല്ലാത്ത മറ്റെന്തോ ഒന്ന്. വമായു അല്ലിമാനി മിൻ അഹദിൻ അത്താ യഖൂല ഇന്നമാ നഹ്നു ഫിത്ന. മാറൂത്ത് എന്നവർ ആരെയും ഒന്നും പഠിപ്പിച്ചിട്ടില്ല. അവർ മലക്കാണോ, മലക്കുകളെപ്പോലെ രണ്ട് വ്യക്തികളാണോ എന്നൊക്കെ അഭിപ്രായമുണ്ട്.
മലക്കാണ് എന്നുള്ളത് ശൈത്താന്മാർ ഓതിക്കൊടുക്കുന്നതിൽ പെട്ടതായിരിക്കും. പക്ഷേ നല്ല സ്വാലിഹ്യങ്ങളായ 2 വ്യക്തികളായിരിക്കാം. അങ്ങനെയുള്ള ആ 2 പേരും ബാബിലോണിയയിലോ മറ്റോ സമീപ പ്രദേശത്തോ അവർ പഠിപ്പിച്ചത് വമാ യുഅല്ലിമാനി, അവർ പഠിപ്പിച്ചിട്ടില്ല ആർക്കും ഹത്താ യഖൂല ഇന്നമാ നഹ്നു ഫിത്ന. അവരെന്തോ ഒരു വിദ്യ പഠിപ്പിച്ചു. ആ വിദ്യ നല്ലതിനും ചീത്തക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വിദ്യയായിരിക്കാം. അവർ നല്ലത് ഉദ്ദേശിച്ചിട്ടാണ് പഠിപ്പിച്ചിട്ടുണ്ടാവുക. അപ്പോൾ നല്ല ഉദ്ദേശിച്ചിട്ട് പഠിപ്പിക്കുമ്പോൾ അവർ ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടാകണം ഇത് നിങ്ങൾക്ക് മോശമായിട്ടും ഉപയോഗിക്കാം ഈ സംഗതി, കാരണം ഇതൊരു പരീക്ഷണമാണ്. പല കലയും അങ്ങനെയാണ്, അത് നല്ലതിനും ചീത്തക്കൊക്കെ ഉപയോഗിക്കാം. അപ്പം അവർ പറയാതെ പഠിപ്പിച്ചിട്ടില്ല ഹത്താ യഖൂല ഇന്നമാ നഹ്നു ഫിത്ന, ഞങ്ങളൊരു പരീക്ഷണമാണ്, ഞങ്ങൾ ഈ പഠിപ്പിക്കുന്ന ഇൽമ് പരീക്ഷണമാണ്, ഞങ്ങളുടെ ഈ വിദ്യയൊക്കെ പരീക്ഷണമാണ്, അത് നിങ്ങൾ നല്ലതിനും ഉപയോഗിക്കാം ചീത്തക്ക് ഉപയോഗിക്കാം, അതുകൊണ്ട് ഫലാ തക്ഫുർ, നിങ്ങൾ ചീത്തക്ക് ഉപയോഗിക്കരുത്, നിങ്ങൾ കുഫർ ചെയ്യരുത്, ഇത് മുഖാന്തരം കുഫർ ചെയ്യരുത് എന്നവർ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണ് അവർ യഥാർത്ഥത്തിൽ പണ്ട് പഠിപ്പിച്ചത്. പക്ഷെ അവരുടെ പേരിൽ ഇപ്പോൾ ഇവർ ഓതിക്കൊടുക്കുന്നതൊക്കെ, അല്ലെങ്കിൽ ജനങ്ങൾ ഈ വിദ്യയിൽ നിന്നും പഠിച്ചെടുത്തത്, പിശാചുക്കൾ ഈ വിദ്യയിൽ നിന്നും പഠിച്ചെടുത്തത് എന്താണ്? ഫയതഅല്ലമൂന മിൻഹും, അവരിൽ നിന്നും അവർ പഠിച്ചു മാ യുഫരിഖൂന ബിഹി ബൈനൽ മർഇ വ സൗജിഹി, ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കാൻ കഴിയുന്ന എന്തോ ഒരു വിദ്യയാണ് അവർ പഠിച്ചെടുത്തത്. അത് ജനങ്ങൾ പഠിച്ചെടുത്താണ്, അവർ അങ്ങനെയല്ല പഠിപ്പിച്ചത്. അവർ ജനറലി നല്ല എന്തോ ഒരു സംഗതി പഠിപ്പിച്ചു, പക്ഷേ അതിൽ നിന്നും ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കാൻ കഴിയുന്ന എന്തോ ഒരു വിദ്യ ജനങ്ങൾ പഠിച്ചെടുത്തു. പക്ഷെ അള്ളാഹു പറയുന്നു വമാഹും ബില്ലാരീന ബിഹി മിൻ അഹദിൻ ഇല്ലാ ബീദിനില്ല, അവർക്കതുകൊണ്ട് ആരെയും ഉപദ്രവിക്കാൻ കഴിയില്ല ഇല്ലാ ബീദിനില്ല, അള്ളാഹുവിൻ്റെ ഇതിനില്ലാതെ, അള്ളാഹുവിൻ്റെ അനുമതിയില്ലാതെ, അവൻ്റെ തീരുമാനമില്ലാതെ ഇങ്ങനെയുള്ള ഒരു വിദ്യ കൊണ്ടും ഒരു മനുഷ്യനും ഒരു ഉപദ്രവവും ആർക്കും വരുത്താൻ കഴിയില്ല. എന്നിട്ട് അള്ളാഹു പറയുന്നു വയതഅല്ലമൂന യളുറുഹും വലാ യൻഫഉഹും, അവർക്ക് തന്നെ ഉപദ്രവമുണ്ടാക്കുന്ന എന്നാൽ അവർക്ക് യാതൊരു ഉപകാരവുമില്ലാത്ത സംഗതികളാണ് അവർ പഠിച്ചത്. അവർക്കറിയാമായിരുന്നു വലഖദ് അലിമൂ ലമൻ ഇശ്തറാഹു മാ ലഹു ഫിൽ ആഖിറതി മിൻ ഖലാഖ്, അവർക്ക് നന്നായിട്ട് അറിയാം ആരാണോ ഇത് വിലക്ക് വാങ്ങുന്നത്, അവർക്ക് ആഖിറത്തിൽ ആരാണോ ഇത് സമ്പാദിക്കുന്നത്, ആരാണോ ഈ ഒരു സംഗതികൾ ഈ വിദ്യയൊക്കെ ആര് വാങ്ങിയിട്ട് ആര് അതിൽ നിന്ന് എന്ത് കച്ചവടം ചെയ്താലും ആഖിറത്തിൽ അതുകൊണ്ട് ഒരു ഗുണവുമില്ല എന്നവർക്ക് നന്നായിട്ടറിയാം. അവരറിഞ്ഞുകൊണ്ട് തന്നെ അങ്ങനെ ചെയ്യുന്നു. വലബീസമാ ശറൗ ബിഹി അൻഫുസഹും, അവരുടെ നഫ്സിനെ തന്നെ വിറ്റുകൊണ്ട്, എന്തിനാണോ അവർ നഫ്സിനെ വിറ്റത്, എന്തിന് പകരമായിട്ടാണോ അവർ നഫ്സിനെ വിറ്റത്, അല്ലെങ്കിൽ നഫ്സിനെ വിറ്റുകൊണ്ട് അവരെന്താണോ നേടിയത്, അതൊക്കെ എത്ര മോശ. ലൗകാനോ യഅലമൂൻ, അവർ അറിഞ്ഞിരുന്നെങ്കിൽ എന്നല്ലാഹു പറയുന്നു. എന്നിട്ട് പറയുന്നു വലൗ അന്നഹും ആമനു വത്തഖൂ ലമഥൂബത്തുൻ മിൻ ഇൻദില്ലാഹി ഖൈറുൻ, അവർക്ക് തഖ്വ ഉണ്ടാകുകയും സൂക്ഷ്മതയില്ല, ഈമാനില്ല എന്നതാണ് പ്രശ്നം. അള്ളാഹുവിൽ ട്രസ്റ്റില്ല. അതുകൊണ്ടാണ് ഇത്തരം പല വിദ്യകളുടെയും ഇത്തരം പല മായാജാലങ്ങളുടെയും ആഭിചാരങ്ങളുടെയൊക്കെ പിന്നിൽ പോകുന്നത്. അവർക്ക് ഈമാൻ ഉണ്ടായിരുന്നെങ്കിൽ, അതുപോലെ സൂക്ഷ്മത ഉണ്ടായിരുന്നെങ്കിൽ, ഇത്തരം പല വിദ്യകളിലും ഇൻവോൾവ് ചെയ്തിട്ടുള്ള പല തെറ്റുകളുണ്ട്. പ്രത്യേകിച്ച് സിഹറൊക്കെ ചെയ്യുമ്പോൾ ഒരുപാട് തെറ്റുകൾ ചെയ്യണം അതിൽ. അപ്പോൾ അത്തരം തെറ്റുകളെക്കുറിച്ച് അവർക്ക് ബോധവും സൂക്ഷ്മതയും ഉണ്ടായിരുന്നെങ്കിൽ, അതുപോലെ അവർക്ക് ഈമാൻ ഉണ്ടായിരുന്നെങ്കിൽ, അള്ളാഹുവിങ്കിൽ അവർക്ക് നല്ല ഗിഫ്റ്റ് ഉണ്ടായിരുന്നു. ലമഥൂബത്തുൻ മിൻ ഇൻദില്ലാഹി ഖൈറുൻ, അള്ളാഹുവിങ്കിലുള്ള അവരുടെ പ്രതിഫലം ഗിഫ്റ്റായിരുന്നു ബെറ്റർ, അവർക്ക് നല്ലത്. ലൗകാനു യഅലമൂൻ, അവരറിഞ്ഞിരുന്നെങ്കിൽ എന്നല്ലാഹു പറയുകയാണ്. അതിനുശേഷം അള്ളാഹു പ്രവാചകൻ്റെ അനുയായികളോട്, അതായത് നമ്മളോട് പറയുകയാണ് ഇങ്ങനെയൊക്കെയാണ് അവർ ചെയ്തത്, ഇനി നിങ്ങളുടെ നിലപാട് എങ്ങനെയായിരിക്കണം. അതുപോലെ ഒരു കൺക്ലൂഡിങ് റിമാർക്സിലേക്ക് മെല്ലെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ബനൂ ഇസ്രായേലിൻ്റെ മൊത്തം സംഭവങ്ങളിൽ നിന്ന് നമുക്കുള്ള പ്രധാനപ്പെട്ട പാഠങ്ങളിലേക്ക് തന്നെ ഖുർആൻ വരികയാണ്. ഇൻഷാ അല്ലാഹ് അതിനെക്കുറിച്ച് നമുക്ക് അടുത്ത സംസാരിക്കാം. വാഖിർ ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.